പ്രിയപ്പെട്ടവരെ, ORS എന്ന് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടില്ലേ? തീർച്ചയായും കേട്ടിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ രുചിയും മണവും അറിഞ്ഞിട്ടുണ്ടാകും. നിങ്ങളുടെ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടാകും. നമ്മൾ സാധാരണയായി കേൾക്കാറുള്ള ഒരു കാര്യമുണ്ട്. വയറിളക്കം ഉണ്ടാകുമ്പോൾ ആശുപത്രിയിൽ പോകും മുമ്പ് വീട്ടിൽ വെച്ച് തന്നെ ORS, അതായത് ഓറൽ ഡീഹൈഡ്രേഷൻ സൊല്യൂഷൻ, അത് നിർബന്ധമായും കൊടുക്കണമെന്ന്. കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ ലോകാരോഗ്യ സംഘടന പോലും ഏറ്റവും ശക്തമായി ശുപാർശ ചെയ്യുന്ന ഒരു ലളിതവും എന്നാൽ അതീവ ഫലപ്രദവുമായ മാർഗമാണത്. നിർജ്ജലീകരണം തടയാനുള്ള ഈ അത്ഭുത കൂട്ട് ഓരോ വീടിന്റെയും അത്യാവശ്യ മരുന്നുപെട്ടിയിലെ കവചം തന്നെയാണ്. എന്നാൽ ORS എന്ന പേര് ദുരുപയോഗം ചെയ്യപ്പെട്ട് ജീവന് ഭീഷണിയാകുന്ന വ്യാജ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ സുലഭമായി എത്തുന്നുണ്ടെങ്കിലോ, മാത്രമല്ല അത് വ്യാജമാണെന്ന് തിരിച്ചറിയാതെ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ, ജീവിതം തന്നെ ഭീഷണിയാകും വിധം കൊച്ചു കുട്ടികളിലടക്കം അത്തരം വ്യാജ ലായനികൾ ചെല്ലുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിഭ്രമം തോന്നുന്നില്ലേ? ഇവിടെയാണ് ഹൈദരാബാദിലെ ഒരു ശിശുരോഗ വിദഗ്ധയുടെ 8 വർഷം നീണ്ട പോരാട്ടത്തിന് പ്രസക്തിയേറുന്നത്. ഡോക്ടർ ശിവരഞ്ജിനി സന്തോഷ് എന്ന ആ വനിത കേവലം ഒരു ഡോക്ടർ എന്നതിലുപരി പൊതുജനാരോഗ്യത്തിന്റെ കാവലാളായി മാറിയ ചരിത്രമാണ് എന്ന് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ ശിവരഞ്ജനിയുടെ 8 വർഷത്തെ ആ പോരാട്ടം ഒരു ഡോക്ടറുടെ സമൂഹത്തിന് വേണ്ടിയുള്ള അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിന്റെ മാർഗരേഖ കൂടിയായിരുന്നു. വയറിളക്കം കുട്ടികളെ ബാധിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് ജലാംശവും ലവണങ്ങളും അതിവേഗം നഷ്ടപ്പെടുന്നു. ഡോക്ടർ ശിവരഞ്ജനിയുടെ 8 വർഷത്തെ ആ പോരാട്ടം ഒരു ഡോക്ടറുടെ സമൂഹത്തിന് വേണ്ടിയുള്ള അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിന്റെ മാർഗരേഖ കൂടിയായിരുന്നു. വയറിളക്കം കുട്ടികളെ ബാധിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് ജലാംശവും ലവണങ്ങളും അതിവേഗം നഷ്ടപ്പെടുന്നു. ഇത് ജീവന് അപകടമുണ്ടാക്കുന്ന നിർജ്ജലീകരണത്തിലേക്ക് നയിക്കും. ഈ അവസ്ഥയിൽ കൃത്യമായ അണുബാധയിലുള്ള ഉപ്പും പഞ്ചസാരയും അടങ്ങിയ ORS ലായനി നൽകുന്നത് ജീവൻ രക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ വിപണിയിൽ ORS എന്ന പേരിൽ ഓറൽ ഡീഹൈഡ്രേഷൻ ഡ്രിങ്ക് എന്ന വ്യാജേനയും വിറ്റഴിക്കപ്പെട്ടിരുന്ന ചില പാനീയങ്ങളാണ് ഡോക്ടർ ശിവരഞ്ജനിയെ ആശങ്കപ്പെടുത്തിയത്. ഈ വ്യാജ പാനീയങ്ങളിൽ ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്നതിനേക്കാൾ 10 ഇരട്ടി വരെ പഞ്ചസാര അടങ്ങിയിരുന്നതായി ഡോക്ടർ ശിവരഞ്ജനി തെളിവുകൾ സഹിതം ചൂണ്ടിക്കാട്ടി. ഒരു സാധാരണ ORS ലായനിയിലെ പഞ്ചസാരയുടെ അളവ് ലിറ്ററിന് 75 മില്ലിമോളിൽ കൂടാൻ പാടില്ല. വ്യാജന്മാർ അതിരുകടന്ന അളവിൽ മധുരം ചേർത്തു. ഇത്രയധികം പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ വയറിളക്കമുള്ള കുട്ടികൾക്ക് നൽകുന്നത് ഗുണകരമാവില്ല, മറിച്ച് വയറിളക്കത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും നിർജ്ജലീകരണം കൂടുതൽ വഷളാക്കുകയും ചെയ്യും. ജനങ്ങൾ വിശ്വാസത്തോടെ വാങ്ങുന്ന ഒരു മരുന്ന് യഥാർത്ഥത്തിൽ കുട്ടികളുടെ ജീവന് ഭീഷണിയായി മാറുന്ന ഒരു അവസ്ഥ. ഇതിനെതിരെയാണ് ഒരു ഡോക്ടറുടെ ഒറ്റയാൾ പോരാട്ടം 8 വർഷം വരെ നീണ്ടു നിന്നത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഡോക്ടർ ശിവരഞ്ജനിയുടെ പോരാട്ടത്തിന് അനുകൂലമായ വിധി പുറത്തുവന്നു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ചരിത്രപരമായി ഒരു ഉത്തരവ് പുറത്തിറക്കി. പുതിയ ഉത്തരവനുസരിച്ച് ORS എന്ന പദം ദുരുപയോഗം ചെയ്യരുത്. അതായത് ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്ത ഒരു ഉൽപ്പന്നവും ഇനിമേൽ ORS എന്ന പദം ഉപയോഗിച്ച് വിപണനം ചെയ്യാൻ പാടില്ല.